ലൈഫിനെ ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നില്ല. ഇപ്പം ഞാൻ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നമ്മൾ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കും, പല കാര്യങ്ങളും പറഞ്ഞിട്ടും. എനിക്ക് പലപ്പോഴും ഫോർ എക്സാമ്പിൾ മണി എനിക്ക് ഭയങ്കര നമ്മൾ ആവശ്യത്തെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി എൻ്റെ കയ്യിൽ കാശ് വന്നതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയൊക്കെ ഐ മീൻ ലൈക്ക് എൻ്റെ ലൈഫിലുണ്ടായ എനിക്ക് ഏറ്റവും വലിയ തിരിച്ചറിവ് അതാണ്. ബിക്കോസ് 500 രൂപയിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദിവസം സഹായിച്ചിട്ട് ബാങ്ക് ബാലൻസ് അങ്ങ് നോക്കാറില്ല. സ്റ്റിൽ ഐ ഫീൽ ദാറ്റ് അന്ന് ഇത്തിരി ടൈറ്റ് ആണെങ്കിലും ഐ വാസ് മോർ റിലാക്സ്ഡ്. അപ്പോൾ പക്ഷെ അന്നുണ്ടായ ടെൻഷൻ ഈ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് എൻ്റെ കയ്യിൽ കാശുണ്ട്, എന്നാൽ ഞാൻ കുറച്ചും കൂടി സ്ട്രെസ്ഡ് ഔട്ട് ആണ്. ഇല്ലല്ലോ, ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നെ താഴ്ത്തി കാണാറില്ല. ഞാൻ ആര് വന്നാലും ഓൾ ആർ വെൽക്കം. ഞാൻ പാർട്ട് ഓഫ് ദ റേസ്. നന്നായിട്ട് ഓടുന്നവൻ ജയിക്കും എന്നാണ് എൻ്റെ കൺസെപ്റ്റ്. അതിപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഓടാം, മാരത്തൺ ആണ്, സ്റ്റാമിന ഉള്ളവൻ ജയിക്കും. അത് ജിമ്മുമായിട്ടൊരു ബന്ധമില്ല, ഞാൻ എന്നെ ഒരു ഭയങ്കര രസമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ലൈഫിൻ്റെ ഈ ഒരു ഫിലോസഫി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്തുണ്ട്, ഞങ്ങൾ എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ബോത്ത് ഓഫ് us കം ഫ്രം എ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ദൈവം സഹായിച്ചിട്ട് ചെറിയ ഏജിൽ തന്നെ ഞങ്ങൾക്ക് പലതും ഞങ്ങൾ വിചാരിച്ചേക്കാളും കൂടുതൽ സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു 4 വർഷം ഒരുമിച്ച് ഒരേ മുറിയിൽ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ആ ഒരു സ്പിരിറ്റും ആ ഒരു എനർജി മിസ്സിങ് ആയ പോലെ. അപ്പോൾ പ്രായത്തിൻ്റെ അല്ല, ഞങ്ങൾ മനസ്സിലാക്കിയത് ഇത് ഒരു ടു മച്ച് ഓഫ് ആൾക്കാർ കുറേ കാര്യം കോംപ്ലിക്കേറ്റ് ചെയ്യും. പണം അതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പല റിലേഷൻഷിപ്പ് ഇതിനെ ചൊല്ലി പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ലൈഫിലുണ്ടായത് ഈ സോ കോൾ സ്റ്റാർഡം അല്ലെങ്കിൽ പബ്ലിക് ഫിഗർ ആയതിനു ശേഷം കുറേ പേര് മാറിയിട്ടുണ്ട്. സോ നമ്മൾ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യും. ഇനിയിപ്പോൾ അവൻ അങ്ങനെയായി, ഇപ്പോൾ ഇങ്ങനെയായി, മറ്റേത് ഇങ്ങനെയായി. ഇറ്റ്സ് നമ്മൾ മൈൻഡ് ഉണ്ടാക്കുന്ന പ്രീ കൺസീവ് നോഷൻസ് ആണ് എല്ലാത്തിനെയും കുറിച്ച്. അത് ഞാൻ വിട്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് കുറച്ച് ഞാൻ ചെക്ക് ലിസ്റ്റിൽ വെച്ച 40 പുസ്തകങ്ങളുണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. ഐ തിങ്ക് 2ാമത്തെ പുസ്തകം അതെന്ന് തീർക്കുന്നില്ല. അപ്പം ഞാൻ കുറേ 2-3 വർഷം കൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പുസ്തകങ്ങളാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അല്ല, ഫിക്ഷൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഐ മീൻ ലൈക്ക് സ്പിരിച്വാലിറ്റി ആണ് ഏറ്റവും കൂടുതൽ. അത് മനസ്സിലാക്കാൻ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സോ കോൾ പുസ്തകങ്ങൾ എഴുതിയത് വായിച്ച് ഇനി ബൈ ഹാർട്ട് ചെയ്ത് ഇനി ഞാൻ എൻ്റെ ലൈഫിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യും അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ ഈ ഒരു ഫോർ എക്സാമ്പിൾ ഐ എം റീഡിങ് എ ഖുറാൻ റൈറ്റ് നൗ. കുറേ ആയി ഞാൻ പതിയെ വായിക്കുന്നത്. ഞാൻ ഭഗവത്ഗീത 2 തവണ വായിച്ചു കഴിഞ്ഞു. രാമായണം ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഈ 2-3 പുസ്തകങ്ങളിലെ ചൊല്ലി കുറേ ആവശ്യമില്ലാത്ത ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ല, വായിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. അപ്പോൾ ആരും ഇതിനെക്കുറിച്ച് അങ്ങനെ വെൽ ഇൻഫോംഡ് അല്ല. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് എ പെർസ്പെക്റ്റീവ്. ഇതെന്താ ഇതിനെക്കുറിച്ച് വായിച്ചത്? എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സൂതിങ് ഇഫക്റ്റ് ആണ്. ഞാൻ തുടങ്ങിയത് അജണ്ട വേറെ ആയിരുന്നു. ഇത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കണം എന്താണ്. അപ്പം ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇത് ഇസ് സോ ഗുഡ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഫോളോ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ആരെയും പഠിപ്പിക്കാൻ പോകുന്നില്ല. ബിക്കോസ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ സച്ച് എ വേസ്റ്റ് ഓഫ് ടൈം എന്നായി പോയി. ഇപ്പോൾ നമ്മൾ വായിച്ച പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് ഒരു പൊടിക്ക് എനിക്ക് തോന്നുന്നു. നമ്മൾ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസസ് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പലപ്പോഴും എന്നോട് പറയുന്നത് ഭയങ്കര ഒട്ടും ജാടയില്ല, ഹമ്പിളാണ്, സിമ്പിളാണ് എന്ന് പറയുന്നു. ഐ ഫീൽ ദാറ്റ് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ചില എക്സ്പീരിയൻസസ് നമ്മളെ ഒരു തരത്തിൽ ഒതുക്കി കളയും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അച്ഛനൊരു മകനും എപ്പോഴും ഒരു അച്ഛൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ മകൻ അച്ഛനേക്കാളും മുകളിലേക്ക് പോകണം, ലൈക്ക് ബെറ്റർ ജീനായിരിക്കണം ഏത് തരത്തിലായാലും. ഞാൻ ജെനറ്റിക്സിൽ വിശ്വസിക്കുകയാണെങ്കിലും എനിക്ക് മനസ്സിലാവുന്ന എക്സ്പീരിയൻസസ് ആണ് എപ്പോഴും ബെറ്റർ കൊണ്ടുവരിക. എൻ്റെ അച്ഛൻ്റെ ലൈഫിൽ ഉണ്ടായതിൻ്റെ പോലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. സോ ഐ ക്യാൻ നെവർ ബി എ ബെറ്റർ ഓഫ് ഹിം. ബിക്കോസ് വലിയ ചലഞ്ചസ് വരുമ്പോൾ അതിനെ കവറപ്പ് ചെയ്യാൻ വലിയ സ്ട്രഗിൾ ഉണ്ടാവും ആൻഡ് യു ബിക്കം എ ബെറ്റർ ഗായ്. എൻ്റെ ലൈഫിൽ എൻ്റെ അച്ഛൻ ഫേസ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ ഒരു മേ ബി 10% ഉണ്ടാവും. സോ ഇൻ ദാറ്റ് സെൻസ് ഐ ക്യാൻ നെവർ ബി എ എന്താ പറയുക ബെറ്റർ വേർഷൻ ഓഫ് മൈ ഡാഡ്. പക്ഷെ പബ്ലിക് ഫിഗറിൽ മുകുന്ദൻ്റെ മകൻ ഉണ്ണിമുകുന്ദൻ നാട്ടുകാരെ അറിയുന്നു, എല്ലാവരും അറിയുന്നു, ലൈക്ക് മിടുക്കൻ. ഐ മീൻ ലൈക്ക് പക്ഷെ എനിക്ക് അറിയാം ലൈക്ക് എൻ്റെ ബെറ്റർ വേർഷൻ ഇസ് മൈ ഡാഡ്.
ആ ഒരു കൺസെപ്റ്റിലാണ് ഞാനിപ്പോൾ എല്ലാം അളക്കുന്നത്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഇതിലൊരു ഫിലോസഫി ഫീൽ ചെയ്യും, ഓ അങ്ങനെ ഉണ്ടല്ലേ. ലൈക്ക് ഐ ഫീൽ ദാറ്റ് ദ ബെറ്റർ യുവർ സ്ട്രഗിൾ ദ മോർ യു ആർ ഗുഡ്. സിനിമ ഇൻഡസ്ട്രിയിൽ ആർക്ക് പറഞ്ഞു ഇത്ര ഫിലോസഫിക്കലാണ്? ഇപ്പം ഇങ്ങനെ ഇതിനെ കുറിച്ച് സംസാരിച്ചു ഈ സബ്ജക്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പിന്നെ പലപ്പോഴും ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഇപ്പൊ സേതു ചേട്ടൻ പറയാറുണ്ട്, ഇപ്പൊ എന്നെ അടുത്ത് അറിയുന്നവർ പറയാറുണ്ട്.